ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നോമ്പിനൊക്കെ ഈസിയായി റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പോളയാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നല്ല പഴുത്ത പഴം വേണം. തീരെ പഴുക്കാത്ത പഴം ഇതിനെടുക്കരുത്. മീഡിയം സൈസിൽ ഇതുപോലെ പഴുത്ത പഴം എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പാൻ ചെറുതായതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വലിയ പാനിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഫുള്ളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 ഭാഗവും ചെറിയ ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പശുവിൻ നെയ്യിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയാൽ മതി. ഇതുപോലെ ആയാൽ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒന്ന് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇതുപോലെ ചെറുതായി ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുത്ത് അതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ മിക്സഡ് ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടി മുട്ടയുടെ ഫില്ലിംഗ് മാത്രമായിട്ടും ആക്കാം, അല്ലെങ്കിൽ ഇതുപോലെ 2 മിക്സ് ആക്കിയിട്ടും ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3 മുട്ടയുടെ ആവശ്യമുണ്ട്. 3 മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നെയ്യൊക്കെ തടവി നമുക്ക് പഴം ഇതിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറിയ പാൻ ആയതുകൊണ്ടാണ് പഴം 2ആയി കട്ട് ചെയ്തത്. വലിയ പാത്രമാണെങ്കിൽ, വലിയ പാനാണെങ്കിൽ പഴം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇവിടെ ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
എല്ലാവരും ഒന്ന് കവർ ചെയ്ത് പിന്നെ ബാക്കി വന്ന് പഴവും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഇതുപോലെ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് പോളയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയായ സ്വീറ്റ് പോളയാണ്. അപ്പോൾ ഈ പഴമൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ബാക്കി വന്ന് മുട്ടേൻ്റെ ബാറ്ററും എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടേൻ്റെ മിക്സ് ഒന്ന് സെറ്റാകേണ്ട സമയം വേണ്ടു. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും. ബാക്കി ഒന്നും കുക്കാവാനില്ല. നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് റെഡിയാക്കിയെടുത്ത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്വീറ്റ് പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇഫ്താറിനൊക്കെ വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മുന്നേ സ്വീറ്റ് എഗ് റോളിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പിന്നെ ബ്രെഡ് ബോൾസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ പിന്നെ ചിക്കൻ പക്കോടയുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ചിക്കൻ്റെ റെസിപ്പി ഉണ്ട്. ഇതൊക്കെ നോമ്പിനുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇതുണ്ടാക്കി നോക്കി സ്വീറ്റ് പോളയൊക്കെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.